ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പുനരാവിഷ്കരിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. VSനെ വിസ്മൃതിയിലാക്കാനുള്ള ചിലരുടെ തന്ത്രമാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടമെന്നാണ് അൻവറിന്റെ ആരോപണം. ജയിലഴിക്ക് സമാനമായ കമ്പി, ഡ്രമ്മുകൾ, വലിയ മതിൽ. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പുനരാവിഷ്കരിക്കാനായിരുന്നു PV അൻവറിന്റെ ശ്രമം. മറ്റൊരാളുടെ സഹായമില്ലാതെ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ലെന്ന് തെളിയിക്കുകയാണ് ലക്ഷ്യം. 1000 ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ഇതുപോലെ 1.25 ഇഞ്ചേ ഉള്ളൂ, 1.5 ഇഞ്ച് വണ്ണല്ല. 1930 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കാസ്റ്റ് അയൺ. ഇത് സാധാരണ ഇത് മുറിക്കാൻ കഴിയില്ല. അവിടെയാണ് കാസ്റ്റ് അയൺ വെച്ചാണ് മുറിച്ചു എന്ന് പറയുന്നത്. ഈ കമ്പി മുറിച്ചതിന് ശേഷം ഈ കമ്പി വളച്ച് 2 കമ്പിയുടെ ഇടയിലൂടെ ഗോവിന്ദച്ചാമി പുറത്തേക്ക് ചാടി എന്നാ പറയുന്നത്. 10 ഗോവിന്ദച്ചാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളക്കാൻ സാധിക്കില്ല. മുറിച്ച ജയിലഴിയിൽ തുണികെട്ടി വെക്കുമ്പോൾ ജയിൽ അധികൃതർ കാണുന്നില്ലേ എന്ന് ചോദ്യം. കൂറ്റൻ മതിൽ ചാടിക്കടക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് അൻവർ. ഒരു കൈയില്ലാത്തയാൾ എങ്ങനെ ഡ്രമ്മിൽ നിന്ന് തുണി ഉപയോഗിച്ച് മതിൽ ചാടി രക്ഷപ്പെടുമെന്ന് ചോദ്യം. അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെ കൂട്ടി വെച്ച് ഇതിന്റെ മുകളിൽ കയറി എന്ന് പറയുന്നു. ഒരാൾക്ക് പോയിട്ട് എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആഴ്ച കറങ്ങി ഈ 3 ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവലിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിനു പിന്നിൽ എന്താണെന്ന് പ്രത്യേകം അന്വേഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. അൻവറിന്റെ തന്നെ സ്വകാര്യ ഭൂമിയിൽ വെച്ചായിരുന്നു ജയിൽ ചാട്ട പുനരാവിഷ്കരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.